എല്ലാവർക്കും നമസ്കാരം. ഡിങ്കന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നമ്മുടെ കേരളം കത്തിക്കുന്നത്? കുറെ മതപ്പൊട്ടന്മാര്. നമ്മുടെ നാട് മൊത്തം ഇപ്പൊ മതപ്പൊട്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുറത്തിറങ്ങിയ മതപ്പൊട്ടന്മാര്, വീടിന്റെ ഉള്ളിൽ മതപ്പൊട്ടന്മാര്, റീല് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മതപ്പൊട്ടന്മാര്, കമന്റ് ഇടാൻ കുറെ മതപ്പൊട്ടന്മാര്, എവിടെ നോക്കിയാൽ ഈ പൊട്ടന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ചാനലിന്റെ കാര്യം ഒന്നും പറയേ വേണ്ട, ഇത് ഫുള്ള് ഇങ്ങനത്തെ ആൾക്കാരാണുള്ളത്. കേരളത്തിൽ ഇപ്പൊ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം എന്താണെന്ന് അറിയാം? കൊച്ചിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായ ഹിജാബ് വിവാദമാണ് ഇവരിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവർ വലിയ വിഷയമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഈ വിഷയം ന്യായീകരിക്കുന്ന ആളുകൾക്കും ഇവരില്ല, ഇതിനെ എതിർക്കുന്ന ആളുകൾക്കും ഇവരില്ല. ഇത് ന്യായീകരിക്കുന്നവനും എതിർക്കുന്നവനും ഒരേപോലെ വർഗീയവാദികൾ തന്നെയാണ്. കാരണം അവരൊന്നും ഇതിലെ യഥാർത്ഥ നിയമവശം അറിഞ്ഞിട്ടല്ല സംസാരിക്കുന്നത്. ചിലർ സ്വന്തം മതത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു ചിലരാണെങ്കിൽ സ്വന്തം മതമല്ലാത്തതുകൊണ്ട് എതിർക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്താ സംഭവം എന്ന് ഞാൻ പറയാം. സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥിനി സ്കൂളിന്റെ ഔദ്യോഗിക യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഹിജാബ് ധരിച്ചെത്തിയതും അത് അനുവദിക്കാൻ സ്കൂൾ അധികൃതർ വിസമ്മതിച്ചുമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ തീരുമാനം അത് അവിടെ നിന്നില്ല. കേരളം മൊത്തം കത്തുന്ന ഒരു വിവാദമാക്കിയിട്ട് എല്ലാവരും കൂടി മാറ്റി. ഈ മതപ്പൊട്ടന്മാരൊക്കെ കൂടിയിട്ട് ഇതൊരു വലിയ വിവാദമാക്കി മാറ്റി. നാളുണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിൽ നിന്നിട്ട് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ പല നാടുകളിലും നമ്മൾ കുറ്റം പറയാറുണ്ട്. അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, ചൂഷണം നടക്കുന്നു, വർഗീയത നടക്കുന്നു, അവിടെ ഫുൾ വർഗീയതയാണെന്ന് പറഞ്ഞിട്ട്. ഈ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി കുറ്റങ്ങൾക്ക് നാളെ ഞാൻ ആലോചിക്കുന്നത്. 4 പേര് കൂടി സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയം ഇങ്ങനെ വിവാദമാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളും സ്കൂളിന്റെ പടി ചവിട്ടാത്ത കുറെ ആളുകളും ചില ബാഹ്യശക്തികളും വിഷയത്തിൽ ഇടപെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയി. ഇത് വലിയ വിവാദമായതോടെ പ്രശ്നം തീർപ്പാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ ചെറിയൊരു വിഷയം വലിയ വിവാദമാക്കിയിട്ടുള്ള മാനേജ്മെന്റിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ ഒരു വിഷയം ഇങ്ങനെ വർഗീയവൽക്കരിക്കേണ്ട കാര്യത്തിൽ മാനേജ്മെന്റും കണക്ക് തന്നെയാണ്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ വിഷയം ഇത്രയും വലിയ ഒരു വിഷയമാക്കി മാറ്റിയത്. ഇത് സ്കൂളിലെ സമാധാനപരമായ പഠനാന്തരീക്ഷത്തെ സാരമായി ബാധിച്ചു. മറ്റു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാനസികാരോഗ്യത്തെ വരെ ഇത് ബാധിച്ചു എന്നാണ് സ്കൂൾ അധികൃതർ പുറത്തിറങ്ങിയ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. വിദ്യാഭ്യാസം നൽകേണ്ട ഒരിടത്ത് സംഘർഷത്തിന്റെ അന്തരീക്ഷം കുട്ടലെടുത്തോടെ മാനേജ്മെന്റ് 2 ദിവസത്തേക്ക് സ്കൂൾ അവധി നൽകാൻ നിർബന്ധിതരായി. ഈ സംഭവം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിലനിൽക്കേണ്ട അച്ചടക്കം, വസ്ത്ര സ്വാതന്ത്ര്യം, മതേതരത്വം, വ്യക്തിപരമായ അവകാശങ്ങളും സ്ഥാപനങ്ങളുടെ നിയമങ്ങളും തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് മാനേജ്മെന്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. വിദ്യാലയങ്ങളിൽ എന്തിനാണ് ഒരു പൊതു യൂണിഫോം എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. യൂണിഫോം എന്നത് കേവലം ഒരു വസ്ത്രം മാത്രമല്ല, അത് നിരവധി സാമൂഹികവും മനഃശാസ്ത്രപരവുമായ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കുട്ടികൾക്കിടയിലുള്ള സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരും സാധാരണ വസ്ത്രം ധരിക്കുന്നവരും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കി എല്ലാ കുട്ടികളും തുല്യരാണെന്ന ശക്തമായ സന്ദേശം നൽകാൻ യൂണിഫോമിന് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ ഐക്യബോധവും എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ബോധ്യവും വളർത്തുന്നു. മാത്രമല്ല, അച്ചടക്കത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിലും യൂണിഫോമിന് വലിയ പങ്കുണ്ട്. ഒരു പൊതു നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിലൂടെ ഭാവിയിലെ തൊഴിലിടങ്ങളിലും സമൂഹത്തിലും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവരെ പാകപ്പെടുത്തുകയാണ്, പരുവപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പൊതുവായ യൂണിഫോമിനൊപ്പം ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസത്തെ പ്രകടമാക്കുന്ന ചിഹ്നങ്ങൾ കൂടി ധരിക്കുമ്പോൾ യൂണിഫോം എന്ന ആശയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ദുർബലമാകപ്പെടുന്നു. ഇത് കുട്ടികളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെന്നും അവരെന്നും ഉള്ള വേർതിരിവുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാലയങ്ങൾ എല്ലാത്തരം സങ്കുചിത ചിന്തകൾക്കും അതീതമായി വിശാലമായ അറിവും മാനുഷിക മൂല്യങ്ങളും പകർന്നു നൽകേണ്ട സ്ഥലങ്ങളാണ്. അവിടെ മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് ഈ ലക്ഷ്യത്തിന് വളരെ എതിരായിരിക്കും. ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ മാത്രം തടഞ്ഞു. എന്നാൽ യൂണിഫോം അല്ലാതെ മറ്റെന്തെങ്കിലും പുറത്തു കാണുന്ന രീതിയിൽ ധരിക്കുന്ന കുട്ടികൾ, മതചിഹ്നമായിട്ടുള്ള ചരടോ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളോ പ്രത്യേക സീസണിൽ മാത്രം മതപരമായ രീതിയിൽ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നതും തടയണം. അതായത് എല്ലാവർക്കും ഈ നിയമം ബാധകമാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മതം എന്ന് പറഞ്ഞ സംഭവം, മതം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ സ്കൂളുകളിൽ വേണ്ട. എന്തായാലും ഈ വിഷയത്തിന്റെ നിയമപരമായ വശങ്ങൾ കൂടി നോക്കാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ 25ാം അനുച്ഛേദം എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ഇതനുസരിച്ച് ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. എന്നാൽ ഈ മൗലിക അവകാശ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുന്നതാണ്. പൊതുസമാധാനം, ധാർമ്മികത, പൊതുജനാരോഗ്യം, മറ്റു മൗലിക അവകാശങ്ങൾ സംരക്ഷണം എന്നിവയ്ക്ക് വിധേയമായിട്ടാണ് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റേതായ നിയമങ്ങളും നിയമാവലികളും രൂപീകരിക്കാനും അച്ചടക്കം ഉറപ്പാക്കാനുള്ള അധികാരമുണ്ട്. ഒരു സ്ഥാപനത്തിലെ പൊതുവായ അച്ചടക്കവും തുല്യതയും ഉറപ്പാക്കുന്നതിനായി ഒരു പൊതു യൂണിഫോം ഏർപ്പെടുത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരമുണ്ടെന്ന് രാജ്യത്തെ വിവിധ കോടതികൾ നിരവധി തവണ വിധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ തത്വം അനിവാര്യമായ മതാചാര്യം എന്നതാണ്. ഒരു ആചാരം അത് ഒഴിവാക്കിയാൽ ആ മതത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അതിനെ അനിവാര്യമായ മതാചാരമായി കണക്കാക്കാൻ സാധ്യതയുള്ളൂ. അത്തരം ആചാരങ്ങൾക്ക് മാത്രമേ ഭരണഘടനയുടെ 25ാം അനുച്ഛേദ പ്രകാരം പ്രത്യേക നിയമപരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സിഖുമാരുടെ തലപ്പാവ് അത് അവരുടെ മതപരമായിട്ടുള്ള അനിവാര്യമാണ്. അവർക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നതിന് പോലും നിയമപരമായ ഇളവുകളുണ്ട്. എന്നാൽ ഹിജാബ് ഒരു ചോയ്സ് ആണ് എന്നാണ് പല മതപണ്ഡിതന്മാരും പറയുന്നത്. അത് മതപരമായ അനിവാര്യമല്ല എന്ന് പലരും പറയുന്നുണ്ട്. അതുപോലെ ഒരു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും മതപരമായ അനിവാര്യമായി ഹിജാബിനെ കണക്കാക്കുന്നില്ല. കർണാടകയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട കേസ് ഈ നിയമ തത്വത്തെ വിശദമായി പരിശോധിച്ചിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പണ്ഡിതാഭിപ്രായങ്ങളും പരിഗണിച്ച ശേഷം ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാം മതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അനിവാര്യ ആചാരമല്ലെന്ന് കർണാടക ഹൈക്കോടതി വിധിച്ചു. അത് ഒരു മതപരമായ നിർദ്ദേശമാണെങ്കിലും നിർബന്ധിതമായ ഒന്നല്ലെന്ന്, അതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിഫോം നയം കർശനമായി നടപ്പിലാക്കാൻ അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഈ വിധിക്കെതിരായ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതിയിലെ 2 അംഗ ബെഞ്ചിനെ ഇക്കാര്യത്തിൽ യോജിച്ച ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത കർണാടക ഹൈക്കോടതി വിധി ശരിവെക്കുകയും സ്കൂളുകളിൽ അച്ചടക്കത്തിനും
സമത്വത്തിനും പ്രാധാന്യം നൽകണമെന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ ജസ്റ്റിസ് സുധാംശു ധൂലിയ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ഹിജാബ് ധരിക്കുന്നത് ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുതെന്നും അദ്ദേഹം വാദിച്ചു. ഇത്തരത്തിൽ ഭിന്നവിധി വന്നതിനാൽ ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് ഉണ്ടാകുന്നതിനായി കേസ് സുപ്രീം കോടതിയുടെ ഒരു വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ 2018 സമാനമായ ഒരു കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി ഒരു സ്ഥാപനത്തിന്റെ പൊതുവായ നിയമങ്ങൾ പാലിക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികളും ജീവനക്കാരും ബാധിതരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവരുടേതായ ഡ്രസ് കോഡ് നടപ്പിലാക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്നും വ്യക്തിപരമായ അവകാശങ്ങളെക്കാളും സ്ഥാപനത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും കോടതി നിരീക്ഷിച്ചു. അതിനാൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ കേരളത്തിലെ നിലവിലെ നിയമപരമായ കാഴ്ചപ്പാടനുസരിച്ച് സ്കൂളുകൾക്ക് അവരുടെ യൂണിഫോം നയം നടപ്പിലാക്കാൻ അധികാരമുണ്ട്. എന്തായാലും എന്റെ അഭിപ്രായത്തില് സ്കൂളുകളിൽ മതം കൊണ്ടുവരുന്ന അത്ര നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. അതിപ്പോ മാനേജ്മെന്റ് ക്രിസ്ത്യൻ ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഓരോ മാനേജ്മെന്റും അവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളാണ് അതാത് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത്. സ്കൂളുകൾ തുടങ്ങുമ്പോൾ തന്നെ രാവിലെ തന്നെ കുട്ടികളെ കൊണ്ട് കാല് പിടിപ്പിക്കാണ് ഇവർ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഒരു പ്രാർത്ഥന. ഇത് എന്തിനാണ് ഇത്? എന്താണ് ഇതിന്റെ ആവശ്യം? ആരെയാണ് ഇവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്? കുട്ടികളെ യാചിക്കാൻ പഠിപ്പിക്കുകയാണ് ഇവർ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത്. സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യുന്ന ഈ അധ്യാപകരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു പ്രാർത്ഥന ഗാനം ആൽപ്പിക്കും. അതിൽ വിശ്വാസമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും. അവരും ഇതിൽ നിർബന്ധിതരാകുകയാണ്. വിശ്വാസമുള്ളവരാണെങ്കിൽ പോലും വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ പ്രാർത്ഥന അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാവണമെന്നില്ല. അത് ആദ്യം നിർത്തണം. അതുപോലെ കുട്ടികളുടെ മതചിഹ്നങ്ങൾ ധരിച്ചു വരുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ സ്കൂളുകളിലെ അധ്യാപകർ മതചിഹ്നങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതാണ് ശരിക്കുള്ള മാന്യത അല്ലെങ്കിൽ മര്യാദ. സ്കൂളിൽ മതചിഹ്നങ്ങൾ എല്ലാം ഒഴിവാക്കണം. ഞാൻ പറയുന്നത് പൊതുവായിട്ട് എല്ലാ സ്കൂളുകളുടെ കാര്യമാണ് പറയുന്നത്. മതചിഹ്നങ്ങളുടെ ആവശ്യമില്ല. സ്കൂളിൽ പഠിക്കാനാണ് വരുന്നത്, അതുപോലെ പഠിപ്പിക്കാൻ. അതിപ്പോ ടീച്ചർമാരായാലും കുട്ടികളായാലും അതിൽ ഒരു ഒഴിവ് പറയാൻ പാടില്ല. നമ്മുടെ സ്കൂളുകളിൽ തുടങ്ങുമ്പോൾ നമുക്ക് ദേശീയഗാനം മാത്രം മതി, അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ള കാര്യം. ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത് ആദ്യമേ ആക്കിയിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സെന്റ് റീത്താസ് കോളേജിലെ സ്കൂളിലെ ആ ഒരു വിഷയം എന്തായാലും മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും ചേർന്നിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇത് മുമ്പേ ആയിരുന്നെങ്കിൽ ഈ വിവാദത്തിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല.